ഹൗ ടു സ്റ്റോപ്പ് വേസ്റ്റിംഗ് യുവർ ടൈം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് എങ്ങനെ സമയം വേസ്റ്റ് ചെയ്യുന്നത് ഒഴിവാക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. പലപ്പോഴും വില കൂടിയ സാധനങ്ങൾ വാങ്ങി അത് ആവശ്യമില്ലായിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് വല്ലാത്ത കുറ്റബോധം തോന്നാറുണ്ട്. പക്ഷേ ഒരു 2 മണിക്കൂർ സോഷ്യൽ മീഡിയയിൽ സമയം കളഞ്ഞാലും നമുക്ക് അത്രയൊന്നും വിഷമം തോന്നാറില്ല, അല്ലേ? പലർക്കും പണമാണ് ഏറ്റവും വലിയ അസറ്റ്, പക്ഷേ യഥാർത്ഥത്തിൽ സമയമാണ് അതിലും വലിയ സ്വത്ത്. എത്ര പണമുണ്ടെങ്കിലും അത് ആസ്വദിക്കാനുള്ള സമയമില്ലെങ്കിൽ ഒരു കാര്യവുമില്ലല്ലോ. നമ്മുടെ കാലം കഴിയുമ്പോൾ ഈ ഉണ്ടാക്കിയ പണം ഒന്നും നമുക്ക് കൊണ്ടുപോകാനും സാധിക്കില്ല. അപ്പോൾ നമുക്ക് ടിപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടിപ്പ് നമ്പർ 1, ഹാവ് എ പ്ലാൻ ഫോർ ദ ഡേ. നമ്മുടെ ദിവസത്തിനോ ആഴ്ചയിലേക്കോ ഒരു പ്ലാൻ ഇല്ലെങ്കിൽ ആ ദിവസം വരുന്ന കാര്യങ്ങൾക്കനുസരിച്ച് റിയാക്ട് ചെയ്ത് നമ്മൾ സമയം കളഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ക്ലിയർ ആയൊരു ഐഡിയ ഉണ്ടായിരിക്കുക. അതെവിടെയെങ്കിലും എഴുതി വയ്ക്കാൻ പറ്റിയാൽ അത്രയും നല്ലത്. ടിപ്പ് നമ്പർ 2, വേർ ഡു യു ലൂസ് യുവർ ടൈം. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സമയം നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് നോക്കുക. സോഷ്യൽ മീഡിയയിൽ ആവശ്യത്തിൽ കൂടുതൽ സമയം ചിലവാക്കുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ TV ടൈം. നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് രാത്രി 2-3 മണിക്കൂർ TV കണ്ട് ടയേർഡായാണ് ഉറങ്ങുന്നതെങ്കിൽ അടുത്ത ദിവസം ഒട്ടും പ്രൊഡക്റ്റീവ് ആയിരിക്കുകയില്ല. ടിപ്പ് നമ്പർ 3, നല്ല ഇൻറ്റൻഷനോടുകൂടി ദിവസം ആരംഭിക്കുക. ദിവസം തുടങ്ങുമ്പോൾ തന്നെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യണം, ഇന്ന് നല്ല പ്രൊഡക്റ്റീവ് ഡേ ആയിരിക്കും, കുട്ടികളുടെ കാര്യങ്ങളും എല്ലാ ജോലികളും ഞാൻ വേഗം ചെയ്ത് തീർക്കും എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് തുടങ്ങുക. അതുപോലെ രാവിലെ തുടങ്ങുമ്പോൾ കുറച്ച് പ്രൊഡക്റ്റീവായ കാര്യങ്ങളിലൂടെ തുടങ്ങാൻ ശ്രദ്ധിക്കുക. ഒരു 20 മിനിറ്റ് എക്സസൈസോ ജേർണലിംഗ്, മെഡിറ്റേഷൻ, ഇതൊന്നും ടൈം വേസ്റ്റ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് അല്ല. പക്ഷേ നമ്മുടെ അന്നത്തെ ഇമ്പോർട്ടൻറ്റ് ടാസ്ക്സിനെ കുറിച്ച് മൈൻഡ്ഫുള്ളായി ചിന്തിച്ച് ഓരോ ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഫ്ലെക്സിബിൾ ആയിരിക്കുകയും ചെയ്യുക. ടിപ്പ് നമ്പർ 4, പ്രൊആക്റ്റീവ് ആയിരിക്കുക, നോട്ട് റിയാക്റ്റീവ്. റിയാക്റ്റീവ് സ്റ്റേറ്റിൽ എന്നാൽ നമ്മുടെ ചുറ്റിനും നടക്കുന്ന സംഭവങ്ങൾ നമ്മളെ ബാധിക്കാൻ നമ്മൾ സമ്മതിക്കുമ്പോൾ നമ്മളൊരു റിയാക്റ്റീവ് സ്റ്റേറ്റിലാണ്. സോഷ്യൽ മീഡിയയിലും ന്യൂസിലും വരുന്ന നെഗറ്റീവ് കാര്യങ്ങളിൽ ഇൻവോൾവ് ആവുക, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ ഫോൺ ചെയ്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യങ്ങളാണെങ്കിലും അതിലൊക്കെ ഇൻവോൾവ് ആവുക. നമ്മുടെ അന്നത്തെ ഡേ കൺട്രോൾ ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ നമ്മളൊരു പ്രൊആക്റ്റീവ് സ്റ്റേറ്റിലാണെങ്കിൽ നമ്മൾ ഒരു ഡേ ഇൻറ്റൻഷനോടുകൂടി തുടങ്ങുന്നു, എക്സസൈസ് ചെയ്യുന്നു, നമുക്ക് കൂടുതൽ നോളേജ് ഉണ്ടാവുന്ന കാര്യങ്ങളിൽ കൂടുതൽ ഇൻവോൾവ് ആവാൻ ശ്രദ്ധിക്കുന്നു. അന്ന് എന്തൊക്കെ ജോലി ചെയ്യുമെന്ന് കൃത്യമായി നമുക്കറിയാം. അതുപോലെ പുറത്തെ കാര്യങ്ങൾ ഒരു പരിധിയിൽ കൂടുതൽ നമ്മളെ എഫക്റ്റ് ചെയ്യാതെയും നമ്മൾ ശ്രദ്ധിക്കും. നമ്പർ 5, ടൈം ട്രാക്ക് യുവർ ആക്ടിവിറ്റീസ്. കഴിയുമെങ്കിൽ നമ്മൾ ഓരോ ആക്ടിവിറ്റീസും ചെയ്യുമ്പോൾ എത്ര സമയം എടുക്കുന്നു എന്നുള്ളത് വെറുതെ നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കുക. അറ്റ് ദ എൻഡ് ഓഫ് ദ വീക്ക് നമ്മൾ പ്രൊഡക്റ്റീവായ കാര്യങ്ങൾക്ക് എത്ര സമയം വിനിയോഗിച്ചു എന്നും ടൈം വേസ്റ്റ് സോഷ്യൽ മീഡിയയിലും മറ്റും ആവശ്യത്തിൽ കൂടുതൽ എത്ര സമയം നമ്മൾ സ്പെൻഡ് ചെയ്തു എന്നതിനെക്കുറിച്ച് ഒരു ധാരണ നമുക്ക് കിട്ടുകയും ഇതിൽ നിന്ന് നമുക്ക് വ്യത്യാസങ്ങൾ വരുത്താൻ ശ്രമിക്കുകയും ചെയ്യാം. ടിപ്പ് നമ്പർ 6, പ്ലാൻ ഫോർ തിങ്സ് ടു ഗോ നോട്ട് അക്കോർഡിംഗ് ടു യുവർ പ്ലാൻ. അതായത് കൊച്ചുകുട്ടിയുള്ള അമ്മമാർക്കൊന്നും നമ്മൾ വിചാരിച്ച ടു ഡു ലിസ്റ്റൊന്നും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷേ അത്യാവശ്യ കാര്യങ്ങളെങ്കിലും കറക്റ്റായി ഒന്ന് ചെയ്തു പോകാനുള്ളൊരു ബാക്കപ്പ് പ്ലാൻ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കാൻ ശ്രദ്ധിക്കുക. ടിപ്പ് നമ്പർ 7, സ്റ്റോപ്പ് ഡൂയിങ് വാട്ട് യു ആർ നോട്ട് ഗുഡ് അറ്റ്. നമ്മൾ അത്ര എക്സ്പേർട്ട് അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണമെന്ന് നിർബന്ധം പിടിക്കാതിരിക്കുക. ആ ജോലികൾ ചെയ്യാൻ കുറച്ചും കൂടി ആപ്റ്റായിട്ടുള്ള മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ആ ജോലി ഏൽപ്പിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ ഏൽപ്പിക്കുക. ടിപ്പ് നമ്പർ 8, സെറ്റ് എ ടൈമർ ഫോർ യുവർ ആക്ടിവിറ്റീസ്. ഏത് കാര്യത്തിനാണെങ്കിലും അതിനർഹമായിട്ടുള്ള സമയം അലോട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. TV ടൈം, റീഡിംഗ് ടൈം, ഫാമിലി ടൈം, ഡ്രോയിങ് ടൈം, ക്രാഫ്റ്റ് ടൈം. ഇനി വെറുതെ ഇരിക്കാനാണെങ്കിലും ആവശ്യമായിട്ടുള്ള സമയം നമ്മുടെ ആക്ടിവിറ്റീസിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ടിപ്സ് എല്ലാം ഒന്ന് ഫോളോ ചെയ്യുക. എന്തായാലും സമയത്ത് ബെറ്ററായിട്ട് മാനേജ് ചെയ്യാൻ നമുക്ക് കഴിയും, കൂടുതൽ പ്രൊഡക്റ്റീവായിട്ടിരിക്കാനും പറ്റും. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ടൈം വേസ്റ്റ് ചെയ്യുന്ന ആക്ടിവിറ്റി ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യാമോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.